നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടക ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ വൻ കാട്ടുതീ. ഗോപാലസ്വാമി ബേട്ട എന്ന സ്ഥലത്തു നിന്ന് ആരംഭിച്ച തീ പിന്നീട് ശക്തമായ കാറ്റിനെ തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും അതിവേഗത്തിൽ പടർന്നു പിടിക്കുകയായിരുന്നു. 600 ഏക്കറിലേറെ വനഭൂമി കത്തിനശിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാരുടെയും വനപാലകരുടെയും സഹായത്തോടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അഗ്നിശമന സേന തുടരുന്നുണ്ടെങ്കിലും ശക്തമായ കാറ്റ് പ്രതികൂലമാവുകയാണ്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഗോപാലസ്വാമി പേട്ട ഭാഗത്തു നിന്നും തീ പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ കാറ്റിൽ തീ പിന്നീട് വാച്ചിനഹള്ളി ഭാഗത്തേക്കും മേൽക്കമ്മനഹള്ളി ഭാഗത്തേക്കും പടർന്നു പിടിക്കുകയായിരുന്നു. ബന്ദിപ്പൂർ വനമേഖലയുടെ ഭാഗമായി ലൊക്കേരയിലെ 2 ചെറുകുന്നുകളും കൊബ്ബാപുരയിലെ 2 ചെറുകുന്നുകളും കാട്ടുതീയിൽ കത്തിനശിച്ചു. കടുവ സംരക്ഷണ കേന്ദ്രത്തിനകത്തേക്ക് തീ പടർന്നത് കൂടുതൽ ആശങ്കയുണ്ടാക്കിയെങ്കിലും ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാട്ടുതീയെ തുടർന്ന് മാനുകൾ ഓടിപ്പോയതായും ഇഴജന്തുക്കൾ ചത്തൊടുങ്ങിയതായും പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. തീ ഉൾവനത്തിലേക്ക് കടന്നത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കും. തീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൈസൂർ-ഊട്ടി ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിനാൽ മേൽക്കമ്മനഹള്ളി ചെക്ക് പോസ്റ്റ് പലവട്ടം അടച്ചിട്ടു. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന്റെ തുടർച്ചയായ വയനാട് വന്യജീവി സങ്കേതത്തിലേക്കും തീ പടരാൻ സാധ്യതയുള്ളതിനാൽ കർശന നിരീക്ഷണം തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത്